ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഒരുപാട് നാളായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 4-5 മാസമായി വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒക്കെയാണ് എൻ്റെ റൂമും ബെഡിൻ്റെ സെറ്റപ്പൊക്കെ ഇതാണ്, എല്ലാവർക്കും അറിയാം. ഇത് നമുക്ക് ചെറിയൊരു ബോക്സ് ഉണ്ട് ഇവിടെ. ഇത് രണ്ടും എൻ്റെ പുതിയ കൂട്ടുകാരാണ്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് പുതിയൊരു കൂട്ടുകാരനാണ്, വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു കബോർഡ്, കമ്പനി അക്കോമഡേഷനാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പുറത്ത് പോയി നോക്കാം. പുറത്തുനിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. അടിപൊളിയല്ലേ? ഇത് ഫുള്ള് നമ്മുടെ ജെൻസിൻ്റെ അക്കോമഡേഷൻ മാത്രമാണ്. ഈ കാണുന്നതൊരു മോസ്കാണ്. ഫുള്ളായിട്ട് ഇങ്ങനത്തെ അക്കോമഡേഷനാണ്. എല്ലാ റൂമുകളും ബിൽഡിങ്ങുകളൊക്കെ ഇതേപോലെ തന്നെയാണ്. എന്തായാലും ജനൽ തുറന്നിടാൻ കുറച്ച് നേരം. AC ഓഫാക്കട്ടെ. AC ഓഫാക്കി. നല്ലൊരു കാലാവസ്ഥയാണ്, വലിയ ചൂടൊന്നുമില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ ഇതേപോലെ 4 പേരുണ്ട്. 4 പേർക്ക് ഒരു റൂം, അങ്ങനെയാണ് കമ്പനി നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നത്തിലായിരുന്നു. BP ഒക്കെ അത്യാവശ്യം കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ 12 hours നമുക്ക് ഡ്യൂട്ടി. അപ്പോൾ ഡ്യൂട്ടിയിലെ ആയിരിക്കാം, ലൈഫ് സ്റ്റൈലിൻ്റെ ആയിരിക്കാം, എന്താണെന്നറിയില്ല. BP ഒക്കെ കൂടി അങ്ങനെ ആകെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡൊക്കെ കുറച്ച് പെയിന്, അങ്ങനെ അതിപ്പോഴും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയ കാരണം എനിക്ക് വീഡിയോസൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെയൊക്കെ പോയി. ഇപ്പം എന്തായാലും ഞാൻ നാട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഹെൽത്ത് അതിനോടുകൂടി സംരക്ഷിക്കണം. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ടേക്ക് കെയർ ചെയ്യണം മെയിനായിട്ട്. ഞാനത് ചെയ്യാത്തതുകൊണ്ട് കൂടിയായിരിക്കാം, നമ്മൾ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജോലിക്ക് വരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇതിപ്പോൾ എനിക്കിങ്ങനെ BP കൂടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ ആനുവൽ ലീവൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് ലീവുകളൊന്നും ഇല്ല, പിന്നെ എമർജൻസി ലീവൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഖത്തറിനോട് വിട പറയുകയാണ്. ഞാൻ എന്തായാലും നിർത്തി, നാട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. നാട്ടിൽ പോയി ഇനി ബാക്കി ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്താ വെച്ചാൽ അവിടെ നിന്ന് ചെയ്യണം. ഇതുകൊണ്ടൊന്നും നമ്മൾ തളർന്നു പോകാൻ പാടില്ല. ഇതൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. കാരണം 220, 130, 140 അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ BP ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പുറമേക്ക് സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ അത് ജസ്റ്റ് ഹൈപ്പർ ടെൻഷനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഇവിടെ ചില ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കെന്തോ അത് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം മെഡിസിൻ കഴിച്ചിട്ട് ഇത് കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എമർജൻസി ലീവ് ചോദിച്ചു, എമർജൻസി ലീവൊന്നും കിട്ടിയില്ല. അപ്പോൾ വേറെ പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു മാസം, മീൻസ് ജനുവരി ലാസ്റ്റ് മുതൽ പല ക്ലിനിക്കിൽ പോയി പല ഡോക്ടർമാരെ കണ്ടു. അവരൊക്കെ തന്ന മരുന്നുകളുടെ കണക്ക് ഞാൻ കാണിച്ചു തരാം. കമ്പനി നമുക്ക് ഒരു ക്ലിനിക്കിലേക്ക് വിടുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ എപ്പോൾ പോയാലും മരുന്ന് കിട്ടും. മരുന്നല്ലല്ലോ നമ്മുടെ ആവശ്യം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് എങ്ങനെ കിട്ടും? പിന്നെ ഞാൻ പുറമേ കാണിച്ചു, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ കാണിച്ചു. അത് നമുക്ക് എക്സ്പെൻസ് ഒരുപാട് താങ്ങാൻ പറ്റില്ല. ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ആ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മാസത്തിൽ എനിക്ക് പല ഡോക്ടർമാർ തന്ന മരുന്നുകളാണ്. ഫെബ്രുവരി ഒരു മാസം മാത്രമേ. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫെബ്രുവരി ഒരു മാസം എനിക്ക് തന്ന മരുന്നുകളാണ്. ഇതൊക്കെ എന്ത് മരുന്നാണ്? ഇത് ഗ്യാസിനുള്ളൊരു ടാബ്ലറ്റാണ്. കൈവേദനയ്ക്ക് പോയപ്പോൾ കിട്ടിയതാണ്, ഗ്യാസിനുള്ള ടാബ്ലറ്റ്. ചെസ്റ്റ് പെയിനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ 2 ജെല്ല്, മസിൽ പെയിനുള്ളത്,
പാരസെറ്റമോൾ പോലത്തെ പാരസെറ്റമോളിൻ്റെ എന്തൊരു സാധനമാണത്, പാരസെറ്റമോളുള്ള പോലത്തെ ഒരു ടാബ്ലറ്റാണ് ഇത്. എന്നിട്ടിപ്പോൾ BP ടാബ്ലറ്റ് 1 മാസം കഴിക്കാൻ പറഞ്ഞു. 1 മാസം കഴിച്ചു, ഫെബ്രുവരി ഫുള്ള് കഴിച്ചു ഇത്. എന്നിട്ടും കാര്യമൊന്നുമില്ല. വീണ്ടും അവർ അതിൻ്റെ ഡോസ് കൂട്ടിയിട്ട് പുതിയത് തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഇനിയിപ്പോൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ഫർദർ ചെയ്യണം, എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഏജിലൊന്നും BP ടാബ്ലറ്റ് കഴിക്കേണ്ടി വരില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ മെഡിക്കലി അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയും മരുന്നുകൾ ഇവർ തരുന്നുണ്ട്, പക്ഷേ പ്രോപ്പർ സൊല്യൂഷൻ അതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി മരുന്നുകൾ കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. മരുന്നുകളൊക്കെ ഒരാഴ്ചയ്ക്കുള്ളതാണ്, അതൊക്കെ ഞാൻ കഴിച്ചു. അവസാനം വേറെ അസുഖങ്ങൾ ഇനി എന്തൊക്കെയാണ് വരികയെന്ന് എനിക്കറിയില്ല. സംഭവം റിസൾട്ട് വേദനയ്ക്ക് ഒന്നിനും ഒരു കുറവില്ല. BP പ്രശ്നം ആസിറ്റീസ് അതേപോലെ ഉണ്ട്, ഇടയ്ക്ക് വേരി ആവുന്നുണ്ട്, ഇടയ്ക്ക് നല്ല ലോ ഉണ്ട്, ഇടയ്ക്ക് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയല്ല പറഞ്ഞു വരുന്നത്. നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടൻസ് നമ്മളതിന് കൊടുക്കണം. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 hours ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഡ്യൂട്ടിക്ക് പോകുന്നു. 45 minutes ട്രാവലുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു 14 മണിക്കൂർ, 1 hour അങ്ങോട്ട് 1 hour ഇങ്ങോട്ട് ഏകദേശം ട്രാവൽ പോവും. 14 മണിക്കൂർ നമ്മൾ ജോലിക്ക് വേണ്ടി മാറ്റി വെച്ച് ബാക്കിയുള്ള സമയത്ത് നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. ബോഡിക്ക് സ്ലീപ്പ്, ഉറക്കം തീരെ ഉണ്ടാവുന്നില്ല. ഇതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ കാരണങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും തൽക്കാലം ഖത്തറിലേക്ക് ഞാൻ ഇനിയിപ്പോൾ തിരിച്ച് വരുന്നുണ്ടായിരിക്കില്ല. ഒരു ബ്രേക്ക് എടുക്കാനുള്ള പ്ലാനിലാണ്. കാരണം നിങ്ങൾ പുതുതായി ജോലിക്ക് വരുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കമ്പനി എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി, ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഒരുപാട് പേര് സാറ്റിസ്ഫൈഡ് ആയിരിക്കാം. ഞാനും സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഒരു ഏജ് വരെ. ഞാൻ 23-ാമത്തെ വയസ്സിൽ ഗൾഫിൽ വന്ന ഒരാളാണ്. ഇന്നെനിക്ക് 32 വയസ്സായി. ഇത്രയും കാലം ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് നമ്മൾ ഫോളോ ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നമുള്ളവരാണ് കൂടുതലും. അതേപോലത്തെ ഒരു പ്രശ്നം ഇപ്പോൾ എനിക്കും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഇനി റിക്കവർ ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം അങ്ങനെ 1 month ഒക്കെ കണ്ടിന്യൂ നൈറ്റ് ചെയ്ത് 1 month അല്ല 1 year ചെയ്യുന്നവർ എനിക്കറിയാം. പക്ഷേ അതൊക്കെ ബോഡിക്ക് എത്രത്തോളം ഡാമേജസ് വരുത്തുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി നിങ്ങൾ കൺസേൺ ആയിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം. ഖത്തറിനോട് എന്തായാലും വൈകാതെ നമ്മൾ യാത്ര പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നല്ലപോലെ പോയിരുന്നതാണ്. ഞാൻ എൻ്റെ ജോലിയുടെ ഇടയിലും ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണാനൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ജീവിതം നമുക്ക് വേറെ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകുമല്ലോ. അങ്ങനെ ഒന്ന് സ്റ്റക്കായി പോയൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. വരും ദിവസങ്ങളിൽ കാണാം. ഞാൻ എൻ്റെ അപ്ഡേഷൻസൊക്കെ അറിയിക്കാം.